ഒരു കാലത്ത് വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികളെ വിറപ്പിച്ചിരുന്ന നടനാണ് ബാബുരാജ്. സ്ഥിരമായ വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി ഒരിടയ്ക്ക് തനിക്ക് കോമഡിയും വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു. ബാബുരാജിന് ബ്രേക്ക് നൽകിയ ചിത്രം ആഷിഖ് അബു സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പേപ്പർ ആയിരുന്നു. തുടർന്ന് ഓർഡിനറി, മായാമോഹിനി തുടങ്ങിയ ചിത്രങ്ങളിലും ബാബുരാജ് കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്തു. തുടർന്ന് ഹണി ബി സീരീസുകളടക്കം നിരവധി കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളെയാണ് മികവുറ്റതാക്കി മാറ്റിയത്. ഇപ്പോഴത്തെ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ലിറ്റിൽ ഹാർട്ട്സ് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. അഭിമുഖത്തിൽ നടൻ ദിലീപുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ബാബുരാജ് പറഞ്ഞത്. കോമഡിയുടെ കാര്യത്തിൽ ദിലീപ് രാജാവാണെന്നും ദിലീപ് തനിക്ക് തന്ന ഉപദേശത്തെക്കുറിച്ചുമാണ് ബാബുരാജ് പറഞ്ഞത്. ഒരു ചിരി കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുതെന്ന് പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ബാബുരാജ് അഭിമുഖത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കോമഡിയുടെ കാര്യത്തിൽ ദിലീപ് രാജാവാണ്. ഒരു ചിരി കിട്ടിയാൽ കളയരുതെന്ന് അദ്ദേഹം പറയാറുണ്ട്. അക്കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കും. എന്നെ നാട്ടുകാരാ എന്നാണ് വിളിക്കുക. നാട്ടുകാരാ, ചിരി കിട്ടുന്ന അവസരം ദിലീപ് കളയില്ല. മായാമോഹിനിയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ കിട്ടിയാലും അത് ഉപയോഗിക്കുന്ന ആളാണ് ദിലീപ്. മായാമോഹിനിയുടെ ഷൂട്ടിംഗ് സമയത്ത് ഉച്ചവരെ ചിരിയോട് ചിരിയായിരുന്നു. അന്ന് ടേക്ക് എടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നും ബാബുരാജ് പറഞ്ഞു. വ്യത്യസ്തമായ 3 പേരുടെ പ്രണയവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാരും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ലിറ്റിൽ ഹാർട്ട്സ് പറയുന്നത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാന്ദ്ര തോമസും വിൽസൺ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയും പ്രധാന കഥാപാത്രമായി എത്തുന്നു. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന രണ്ടാമത്തെ ചിത്രമാണിത്. AB ട്രീസ പോൾ, ആൻഡോ ജോസ് പെരേര എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇരുവരും ചേർന്നുള്ള രണ്ടാമത്തെ ചിത്രമാണിത്. മെമ്പർ അശോകനാണ് ഇവരുടെ ആദ്യ ചിത്രം. അതേസമയം ചിത്രത്തിന് GCC രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സ്വവർഗ പ്രണയം പറയാൻ ക്രൈസ്തവ കുടുംബങ്ങളെ ചിത്രീകരിക്കുന്നതിനെതിരെ KCBCയും രംഗത്ത് വന്നിരുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സാന്ദ്ര തോമസും സോഷ്യൽ മീഡിയയിലൂടെ GCC രാജ്യങ്ങളിലെ വിലക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. GCC രാജ്യങ്ങളിൽ തങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്നും സർക്കാർ വിലക്കിയിരിക്കുകയാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഈ സിനിമ ലോകമൊട്ടുക്കും പ്രദർശനത്തിന് എത്തിക്കണമെന്ന് തന്റെ വലിയ മോഹത്തിന് തിരിച്ചടിയേറ്റെന്നും വിഷമമുണ്ടെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു. അതേസമയം ദിലീപും തന്റെ സിനിമാ തിരക്കുകളിലാണ്. അദ്ദേഹം പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റേതായി ഒടുവിൽ പുറത്തെത്തിയ ചിത്രം. നടൻ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ. മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ.